ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിഷ്ണുദാസ്. ഇന്ന് ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു എൻ്റെ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ പ്രൈം ലെൻസ് മേടിക്കണം എന്നുള്ളത്. അവസാനം കറങ്ങി തിരിഞ്ഞ് ഞാൻ Fujifilm XC35 f2.0 ലെൻസ് മേടിച്ചിരിക്കുകയാണ്. ശരിക്കും എൻ്റെ മനസ്സിൽ ഞാൻ രണ്ട് മോഡൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരുന്നു. ഒരു XF35 എന്ന് പറഞ്ഞ മോഡലും XC35 എന്ന് പറഞ്ഞ മോഡലും. അവസാനം ഞാൻ ഈ മോഡൽ എടുക്കാൻ കാരണം ബഡ്ജറ്റ് ഒരു ഇഷ്യൂ ആയിരുന്നു. കാരണം XF35ന്റെ വില 44,000 രൂപ എടുത്തും ഈ ഒരു മോഡലിന്റെ വില 17,000 രൂപ ഉള്ളൂ. ഏകദേശം 30,000 രൂപ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ എന്താണ് ആ രണ്ട് മോഡൽ തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളതൊക്കെ അറിയാൻ ഞാൻ ഒരുപാട് വീഡിയോസ് പല യൂട്യൂബേഴ്സിന്റെയും പല വീഡിയോ ഫോട്ടോ എടുക്കുന്ന എക്സ്പേർട്സിന്റെ ഒക്കെ ഒപ്പീനിയൻസ് നോക്കി. അപ്പോൾ അതിന് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം. പിന്നെ ഈ പ്രൊഡക്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ള സാധനങ്ങൾ എന്തൊക്കെയാണുള്ളത്, കണ്ടന്റ്സ്, പിന്നെ ഇത് വെച്ച് ഉപയോഗിച്ചിരുന്ന വീഡിയോസും ഫോട്ടോസ് എങ്ങനെയൊക്കെയുണ്ട് നമുക്ക് റിവ്യൂ നോക്കി വെക്കാം. അപ്പോൾ അത് തുടങ്ങുന്നതിന് മുമ്പ് ഇതാണ് എൻ്റെ ക്യാമറ. നിങ്ങൾക്ക് ഓൾറെഡി എൻ്റെ മൈ സ്റ്റുഡിയോ ടൂർ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഫ്യൂജിയുടെ XT30 എന്ന് പറഞ്ഞ മോഡലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ കൂടെ തന്നെ കിട്ടിയ 18-135 കിറ്റ് ലെൻസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത്രയും നാൾ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്തിനാണ് ഷൂട്ട് ചെയ്യുന്നത്? ഇനി ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ മൊബൈലിലാണ്, Pixel 2. അപ്പോൾ എത്രത്തോളം പഴയ വീഡിയോ ആയിട്ടുള്ള ക്ലാരിറ്റി ഇത് കിട്ടുമെന്ന് ഒരു പിടുത്തമില്ല. എന്നാലും ഒരു പരീക്ഷണം എന്ന രീതിയിൽ ഞാൻ മൊബൈലിൽ ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സാധാരണ ഓപ്പൺ ചെയ്യാം. സിമ്പിളായിട്ട് പോസ്റ്റിക്കൽ ഓപ്പൺ ചെയ്ത പാടെ നമുക്ക് കിട്ടുന്നത് വാറണ്ടി കാർഡും പിന്നെ അതിൻ്റെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, ഓണേഴ്സ് മാനുവലും, പിന്നെ Fujifilmനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസിൻ്റെ ഇത്രയും വലിയ ബോക്സിനകത്ത് ചെറിയ ലെൻസ് ഇത്രയുള്ള സാധനം മാറ്റി ഇത്രയുള്ള സാധനം. വെയിറ്റ് തീരെ കുറവാണ്. ഇതിന് ഏകദേശം ഒരു 150-200 ഗ്രാം കഷ്ടിച്ച് കാണുമായിരിക്കും. എൻ്റെ ഈ ലെൻസിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 1/2 കിലോ ആണ്. അതായത് 500 ഗ്രാമിനടുത്താണ് ഈ ഒരു ലെൻസിന്റെ മാത്രം വെയിറ്റ്. ക്യാമറയുടെ ഒക്കെ ലെൻസിന്റെ മാത്രം വെയിറ്റ് ആണ് 500 ഗ്രാം. സാധനം നമുക്ക് തുറന്നു നോക്കത്തില്ല. ജസ്റ്റ് ഇതിന്റെ മൗണ്ട് ചെയ്യണ ഭാഗമായിരിക്കണം. അതെ, ഇതൊരു പ്ലാസ്റ്റിക് ബിൽഡാണ്. നമുക്ക് പിടിക്കുമ്പോൾ അറിയുന്നുണ്ട് അതിന്റെ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ ജസ്റ്റ് Fujifilmന്റെ XC35 f2 എന്ന് എഴുതിയിട്ടുണ്ട്. വേറെ ഒന്നും എഴുതിയിട്ടില്ല. ഞാൻ എൻ്റെ പഴയ ലെൻസ് ഒന്ന് ഊരിയിട്ട് നമുക്ക് അതിൻ്റെ വെച്ച് കമ്പയർ ചെയ്ത് കാണിച്ചു. ഡസ്റ്റ് കറണ്ടടിക്കാൻ വേണ്ടിയിട്ട് അടച്ചു. ഈ രണ്ട് ലെൻസും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ വെയിറ്റും ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1/2 കിലോ, ഇത് 200 ഗ്രാമിന് താഴെയാണുള്ളത്. അപ്പോൾ ഇത് പ്ലാസ്റ്റിക് ബിൽഡിന്റെയാണ് മെയിൻ. പിന്നെ വലുപ്പമുണ്ട്. വലുപ്പത്തിലാണെങ്കിലും പ്ലാസ്റ്റിക് ആണ് മെയിൻ. ഇത് ഒരു പ്ലാസ്റ്റിക് ബിൽഡാണ്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്. പിന്നെ ഇത് വെതർ റെസിസ്റ്റന്റും കൂടിയാണ് ഈ ഒരു മോഡൽ. അപ്പൊ ആ ഒരു വ്യത്യാസം കൂടിയാണ് XF എന്ന് പറഞ്ഞ മോഡൽ വരുന്നത്. കാരണം XCയും XF തമ്മിലുള്ള മെയിൻ വ്യത്യാസത്തിലൊന്നാണ് ബിൽഡ് ക്വാളിറ്റി. അത് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ബിൽഡ് ചെയ്തതാണ്. പിന്നെ പോരാത്തതിന് വെതർ റെസിസ്റ്റന്റും കൂടിയാണ്. ഇതിന്റെ ഉൾഭാഗം ഉണ്ടായി നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കൂടിയിട്ട് ഇത് നോക്കി ഈ രണ്ട് മോഡലിന്റെ ഉൾഭാഗം വ്യത്യാസം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു ബിൽഡ്, ഇത് പ്ലാസ്റ്റിക്കും ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബിൽഡുമാണ്. പിന്നെ ഈ ഒരു മോഡലിന്റെ സ്പെസിഫിക്കേഷൻ നമുക്ക് നോക്കി നോക്കാം. XC35ന്റെ മാക്സിമം അപ്പറേച്ചർ f2 ആണ്. പിന്നെ മിനിമം അപ്പറേച്ചർ f16. ഇതേ സെയിം അപ്പറേച്ചർ ആണ് XF35നുള്ളത്. പിന്നെ സ്പെസിഫിക്കേഷൻ വൈസ് വെച്ച് നോക്കുമ്പോൾ എല്ലാ സ്പെക്സും സെയിം ആണ്. ഇതിൽ യൂസ് ചെയ്യുന്ന ഒപ്റ്റിക്കൽസ്, പിന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന മോട്ടർ, അതായത് ഓട്ടോ ഫോക്കസ് മോട്ടർ എല്ലാം സെയിം ആണ്. ഒരു വ്യത്യാസം ഫ്യൂജി വരുത്തിയിട്ടില്ല. ആകെപ്പാടെ വ്യത്യാസം വരുത്തിയിരിക്കുന്നത് ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി. അതായത് ബിൽഡ് ക്വാളിറ്റി എന്ന് ഉദ്ദേശിച്ചത് ഇത് പ്ലാസ്റ്റിക് കൊണ്ടും അത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടും. പിന്നെ ഉള്ള വ്യത്യാസം തന്നെ വെതർ റെസിസ്റ്റന്റ് ആണ് XF. ഈ വ്യത്യാസം മാത്രമേ XCയും XFും തമ്മിലുള്ള സ്പെസിഫിക്കേഷൻ വൈസ് ഉള്ളൂ. പിന്നെ ഫോട്ടോ വീഡിയോ വൈസ് ഞാൻ മിക്ക യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇതിന്റെ വീഡിയോ ഫോട്ടോഗ്രാഫി എക്സ്പേർട്സിന്റെ ഒപ്പീനിയൻ പ്രകാരം ഒരു വളരെ മൈന്യൂട്ട് ഡിഫറൻസ് രണ്ട് ലെൻസ് ഉപയോഗിച്ചെടുക്കുന്ന ഫുട്ടേജിനുള്ളൂ. ഇതിപ്പോ ഫോട്ടോഗ്രാഫിയിൽ അധികം ബഡ്ജറ്റ് ഒന്നും ഇല്ല. പിന്നെ സ്റ്റാർട്ടർ എന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ലെൻസ് ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഇത് അടച്ചു വെക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഡസ്റ്റ് കയറും. ആദ്യം മെയിൻ ഇത് അടച്ചു വെച്ച് ഇത് രണ്ട് അടച്ചു വെക്കട്ടെ. അപ്പോ എന്തുകൊണ്ട് ഫ്യൂജി ഇങ്ങനത്തെ ഒരു ലെൻസ് സെയിം സ്പെസിഫിക്കേഷൻ വെച്ച് ഇറക്കി എന്നുള്ളത് വിശദീകരണം ഞാൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ പല ഫോട്ടോഗ്രാഫേഴ്സിന്റെയും വീഡിയോഗ്രാഫേഴ്സിന്റെ അഭിപ്രായം വെച്ചിട്ട് ഇപ്പോൾ ഫോട്ടോഗ്രാഫി ഫീൽഡിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള എയിം ചെയ്തിട്ടാണ് ഈ ഒരു ലെൻസ് ഫ്യൂജി ഇറക്കിയേക്കണത്. അല്ലെങ്കിൽ ഈ ഒരു ചെറിയൊരു വിലയ്ക്ക് നല്ലൊരു പ്രൈം ലെൻസ് നമുക്ക് കിട്ടുകയാണ്. ഈ രണ്ട് മോഡലും തമ്മിലുള്ള വ്യത്യാസം ഒന്നാമത്തെ സൂമിംഗ് ആണ്. പിന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇതിന് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. പിന്നെ വെതർ റെസിസ്റ്റന്റ് ആണ്. പിന്നെ ബിൽഡ് ക്വാളിറ്റി.
പിന്നെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫീൽഡ് ഓഫ് വ്യൂ ആണ്. ഇത് 79 ഇത് 44 ആണ്. അപ്പൊ നമ്മുടെ ഇൻഡോർ ഷൂട്ടിന് ഇതൊക്കെ ഈ 44 നല്ലൊരു ഫ്രെയിം സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു ലെൻസ് ഈ ക്യാമറയിൽ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ വെച്ചിട്ടുള്ള സാമ്പിൾസ് എടുത്ത് നോക്കിയാൽ കുറച്ച് ഫോട്ടോയും വീഡിയോ സാമ്പിൾസ് നോക്കിയേക്കാം. നമുക്ക് ഇത് ആദ്യം ഫിറ്റ് ചെയ്ത് നോക്കാം. ഫിറ്റിങ് അത് ഊരിയിട്ട് അപ്പൊ ലെൻസ് ഇതിൽ ഫിറ്റ് ചെയ്ത് കണ്ടില്ലേ, തീരെ ചെറിയ ലെൻസാണ്. ഈ സാധനം നമ്മുടെ വയ്ക്കുമ്പോൾ ഡിഫറൻസ് കണ്ടില്ലേ. അപ്പൊ വെയിറ്റും തീരില്ല ക്യാമറയ്ക്ക്. ഈ ഒരു ലെൻസിനുള്ളത് അപ്പറേച്ചർ റിംഗ് മാത്രമാണ്, സൂമിന്റെയും ഫോക്കസിന്റെയും റിംഗ് ഇല്ല. ഇത് ഓട്ടോ ഫോക്കസിൽ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. ഇത് പഴയ ലെൻസാണ് 180 ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് 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 സൂം, ഇത് ഫോക്കസ്, ഇത് അപ്പറേച്ചർ റിംഗ്. അപ്പൊ ഇതൊന്നും ഈ ഒരു മോഡലിലില്ല. 35mm മാത്രമാണ്. ഇത് 18 to 135 ആണ്. ഇനി ഞാൻ ഫോക്കസ് ചെയ്യുമ്പോൾ ഈ ലെൻസിന്റെ ഉള്ളിൽ ഒരു മൂവ്മെന്റ് നിങ്ങൾക്ക് കാണണ്ട. ഓൾറെഡി വെറുതെ മൂവി നിൽക്കുമ്പോൾ തന്നെ മൂവ്മെന്റ് കാണാൻ പറ്റുന്നുണ്ടാവും. ഞാൻ ഫോക്കസ് ചെയ്യാൻ നോക്കുകയാണ്. ഫോക്കസ് ചെയ്യുമ്പോൾ ഈ ക്യാമറയുടെ ലെൻസിന്റെ ഉള്ളിൽ ഒരു മൂവ്മെന്റ് നിങ്ങൾക്ക് കാണാം, ഒപ്റ്റിക്സിന്റെ. ഫോക്കസ് മാറ്റുകയാണ് വേറെ സ്ഥലത്തേക്ക്. ഇനി വീണ്ടും പഴയ ഫോക്കസിലേക്ക് മാറുകയാണ്. ഇതിൽ നമുക്ക് ആദ്യം കുറച്ച് ഫോട്ടോസ് എടുത്ത് നോക്കിയാൽ അതിന് ശേഷം വീഡിയോ ചെയ്യുമ്പോൾ ഓട്ടോ ഫോക്കസ് സെറ്റിംഗ്സ് അതൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. ഇപ്പൊ ഈ ലെൻസ് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ഫോട്ടോസ് ഒന്ന് എടുത്ത് നോക്കി നോക്കാം. നല്ല ഫാസ്റ്റ് ആയിട്ട് ഓട്ടോ ഫോക്കസ് പിടിക്കുന്നുണ്ട്. നല്ല ബ്ലർഡ് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഈ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്. ഇതേപോലെ തന്നെ ഞാൻ കുറച്ച് സാമ്പിളുകൾ വേറെ എടുത്തിട്ടുണ്ട്. ഈ ഫോട്ടോസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഷാർപ്പാണ് കിട്ടുന്ന ഫോട്ടോസ് ഒക്കെ. പിന്നെ അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഒക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി ഡെപ്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് അതിന്റെ ഓട്ടോ ഫോക്കസ് മാറുന്നുണ്ട്. ഇപ്പൊ നമ്മള് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫോട്ടോ നോക്കിക്കഴിഞ്ഞാൽ ലെൻസിന്റെ അതേ ഫോട്ടോ ഞാനാണോ ഇത് ഫോക്കസ് മാറ്റിയെടുത്തതാണ്. നന്നായിട്ട് ഫോക്കസ് മാറുന്നൊക്കെ. ചെറിയൊരു ഇത് എനിക്ക് ഡിസ്റ്റർബൻസ് വന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഫോക്കസ് മാറുമ്പോഴുള്ള ഒരു ഒച്ചയാണ് ആ മോട്ടറിന്റെ. ഇത് ആ ഒരു പ്രശ്നം ഇതിലുണ്ടായിരുന്നില്ല. ചെറുതായിട്ട് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ആ ഫോക്കസ് മാറി മാറി പിടിക്കണതിൻ്റെ അത് ശരിക്കും ഈ ഒരു പിടുത്തിൽ അറിയുന്നുണ്ട്. നമുക്ക് വീഡിയോ ഒന്ന് എടുത്ത് ട്രൈ ചെയ്ത് നോക്കിയാൽ വീഡിയോയിൽ എത്രത്തോളം ഫോക്കസിങ് മാറുന്നുണ്ട്. നമുക്ക് ഫോക്കസ് ഒക്കെ വളരെ പെട്ടെന്ന് മാറുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഫോക്കസ് ഭയങ്കര ഫാസ്റ്റാണ് ഫോക്കസ് മൂവ് ചെയ്യണതിൽ. ഇപ്പോൾ ഈ ഫുഡ് ചെയ്യണത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഫ്യൂജി ഫിലിമിൻ്റെ ക്യാമറ ഉള്ളവർക്ക് പുതിയൊരു പ്രൈം ലെൻസ് വേണമെങ്കിൽ ഏറ്റവും ചീപ്പ് ആൻഡ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയാൻ ഈ ഒരു മോഡലാണ് ഉള്ളത്. ഇപ്പോൾ ഫ്യൂജിയുടെ ലെൻസൊക്കെ ഉപയോഗിക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം. കാരണം ഫ്യൂജിയുടെ എല്ലാ ലെൻസും ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ നല്ല പ്രൈം ലെൻസിനൊക്കെ നല്ല വിലയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 44,000 രൂപയാണ് മറ്റേ പ്രൈം XF എന്ന് പറഞ്ഞ പ്രൈം ലെൻസിൻ്റെ വില. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഏകദേശം 15,000 രൂപയ്ക്ക് നല്ലൊരു പ്രൈം ലെൻസ് നമുക്ക് കിട്ടുകയാണ്. ആകെപ്പാടുള്ള ഡ്രോബാക്ക് എന്ന് പറയുന്നത് ബിൽഡ് ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ്, പിന്നെ വെതർ റെസിസ്റ്റൻ്റ് അല്ല. പക്ഷെ അതൊന്നും വലിയ ഡിഫറൻസ് എനിക്ക് തോന്നിക്കുന്നില്ല. കാരണം നല്ല പ്ലാസ്റ്റിക് ആണെങ്കിൽ നല്ല ബിൽഡ് ഉണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ അത്രയും വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല. എനിക്ക് ഇതുവരെ ഈ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ലെൻസിനോട് ഭയങ്കര പ്രത്യേകമായിട്ട് ഇഷ്ടം തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ മുതലുള്ള നമ്മുടെ വീഡിയോസിൽ കൂടുതൽ ഈ ലെൻസ് ഉപയോഗിച്ചാണ് ഷൂട്ട് ചെയ്യുന്നുണ്ടാവുക. ഇത് ഞാൻ കൂടുതലും ഫോട്ടോഗ്രാഫി ഔട്ട്ഡോറിന് വേണ്ടി യൂസ് ചെയ്യുന്നതായിരിക്കും. കാരണം ഇത് പിടിക്കാനും നല്ല സുഖമുണ്ട്. ചെറിയൊരു ക്യാമറ പോലുള്ളത് ഇത്ര ഉള്ളൂ ക്യാമറ വരുമ്പോൾ. അപ്പോൾ ഇതൊരു ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ പോലെ എനിക്ക് ചെയ്യണം എന്ന് തോന്നുന്നു. എൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയ എൻ്റെ സന്തോഷം നിങ്ങൾക്ക് പറഞ്ഞറിയിക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തത്. ഇതെല്ലാം നമുക്ക് കൂടുതൽ പ്രൊഡക്ട്സ് അൺബോക്സിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് എനേബിൾ ആക്കിയാൽ മാത്രമേ ആ പ്രൊഡക്ട്സ് അൺബോക്സ് ചെയ്യുമ്പോഴുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ ആ പ്രൊഡക്ട്സ് അൺബോക്സ് ചെയ്യുമ്പോൾ വീണ്ടും കാണാം.